പലതരത്തിലുള്ള വിശേഷിപ്പിക്കലൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയാണ് സിനിമയിലുള്ളതെന്ന് പറയുന്നു. ചിലർ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു കോക്കസാണ് എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് ഒരു ടീമിനെ അതൊരു ഒരു ഒരു ജോണർ ഓഫ് സിനിമ മേക്കിങ്ങിൻ്റെ ഒരു ടീമാണ് ഇതിന് പിറകിൽ എന്നുള്ള ആരോപണം സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതിലർത്ഥമുണ്ടോ? ഇല്ല, അത്തരം ആരോപണങ്ങളെ അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥലത്തിൻ്റെ പേരിൽ, ഒരു കൂട്ടത്തിൻ്റെ പേരിൽ ഒരു 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 പൊതുവായ ആരോപണം ഉന്നയിക്കുന്നതിനകത്ത് കാര്യമില്ല. കാരണം അത് അങ്ങനെ ഒരു പ്രദേശത്തുള്ളവർ മാത്രം ചെയ്യുന്നൊരു പ്രവൃത്തിയാണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഒരു ടീമോ അങ്ങനെയുള്ള ഒരു കാര്യമായിട്ടല്ല. ഇത് പൊതുവായിട്ട് ഇതെല്ലായിടത്തും ഉണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. ആ പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ ഇവിടെയും സംഭവിക്കുന്നുണ്ട്. ഞാൻ പൊതുസമൂഹത്തിൽ നടക്കുന്നതുകൊണ്ട് സിനിമയിൽ നടക്കുന്നതിനെ ന്യായീകരിക്കുകയല്ല. നമ്മളെല്ലാവരും പൊതുസമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളിതിനെല്ലാം ഇതിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുമ്പോൾ അത്തരം കെട്ടുപാടുകളിൽ വീണു പോകുന്നത്. സാർ, ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് ചോദിച്ചത്, കുറച്ച് വിഭാഗം ഇതൊക്കെ ആയിട്ട് നടക്കുന്നു, മറ്റു ചില വിഭാഗങ്ങൾക്ക് ഇതൊന്നുമില്ല, അവർ വൃത്തിക്കുള്ള സിനിമ പിടിച്ചു പോവുകയാണ്. അങ്ങനെ പറയുന്നതിൻ്റെ സിനിമയ്ക്കകത്തെ ഒരു കുടിപ്പകയും അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണോ ഒരു സെറ്റ് ഓഫ് ഫിലിം മേക്കേഴ്സാണ് ഇതിന് പിറകിലെന്ന് ആൾക്കാർ ആരോപിക്കുന്നത്? അങ്ങനെ ഒരു കുടിപ്പകയുടെ കാര്യമില്ല. കാരണം അവരെല്ലാം ഈ പറയുന്ന ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ആൾക്കാരൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സാണ്, നല്ല സിനിമകൾ തന്നവരാണ്. അല്ല, തിരുവനന്തപുരം ലോബിക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറയുന്നില്ല, ഒരു കൊച്ചി ലോബി മാത്രമാണ് ഈ ഡ്രഗ്സിൻ്റെ പിറകിൽ എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഒരു ലോബി നിലവിലില്ല. പണ്ട് കാലത്ത് തിരുവനന്തപുരം ലോബി, കൊച്ചി ലോബി എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു ലോബി ഇപ്പോഴില്ല. ഇപ്പോൾ സിനിമ പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിലാണ്. സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങളും 90% നടക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചാണ്. അതിൻ്റെ ഷൂട്ടിംഗ് മാത്രമാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ പോലും നടക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാദേശികമായ ഒരു ലോബിയുടെ ഒരു ലേബലിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. സിനിമയിൽ വ്യാപകമായിട്ട് ഇതിൻ്റെ ഉപയോഗമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഇന്ന ലോബിയിൽപ്പെട്ട ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താനല്ല. അതിനകത്ത് വ്യക്തികളാണ്, ഇതെല്ലാം വ്യക്തികളാണ്. ആ വ്യക്തികൾ കൂട്ടുകൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. അവർ കൊച്ചിയിലുള്ളവർ മാത്രമല്ല, മട്ടാഞ്ചേരിയിൽ മാത്രമുള്ളവരല്ല, അവർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊച്ചിയിൽ താമസിച്ചുകൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്തെ മാത്രം ആരോപണത്തിലേക്ക് ഒരു മുൻപിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് ഉപയോഗിക്കുന്നവരെ എല്ലാം നമ്മൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഒരു മുതിർന്ന ഒരു ഫിലിം ഒരു വ്യക്തി, ഒരു പേഴ്സണാലിറ്റി എന്ന നിലയിൽ ഞാൻ ആ രീതിയിലാണ് അവരെ കാണാൻ ശ്രമിക്കുന്നത്. കാരണം ദേ ഹാവ് പ്രൂവ്ഡ് ദെംസെൽവ്സ് ആസ് എ വെരി ടാലൻറ്റഡ് എന്നാണ്, ക്രിയേറ്റീവ് സിദ്ധികളുള്ള ആൾക്കാരാണ്. അവരെ തള്ളിക്കളയാതെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല സിനിമ ഉണ്ടാവും. അത് കഴിയട്ടെ. അതിന് തയ്യാറാകുന്നവരെ നമ്മൾ അവർക്ക് നേരെ പുറംതിരിഞ്ഞ് നിൽക്കരുതെന്നാണ്. തയ്യാറാകാത്തവരോട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ തിരിച്ച് വരാൻ ഉള്ളൊരു ഈ ഷൈൻ എൻ്റെ മുമ്പിൽ വന്ന് ഒരവസരം കൂടി തരാമോ എന്ന് ചോദിച്ചതുപോലെ അവരുടെ ഉള്ളിലൊക്കെ ആ ചോദ്യം ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകട്ടെ. അവരെയും ചേർത്ത് നിർത്താൻ ഇൻഡസ്ട്രി തയ്യാറാകണം, പൊതുസമൂഹം തയ്യാറാകണം. നമ്മളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെയൊക്കെ പെട്ടെന്ന് അബ്യൂസ് ചെയ്ത് തള്ളിക്കളഞ്ഞ് അവരെ വലിയ കുഴപ്പക്കാരാന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് മാറ്റുമ്പോൾ അവർ വീണ്ടും 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 അവർ മാനസികമായിട്ട് തകർന്നു പോവുകയും അവർ പൊതുധാരയിൽ നിന്നോ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നൊരു പ്രവണത ശരിയല്ല. ആരോടായാലും നമ്മളത് കമ്പാഷനേറ്റായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു വളരെ വ്യക്തിപരമായ നിലപാടുള്ള ആളാണ്.